നമ്മുടെ ഓൺലൈൻ ലോകം കുറച്ചുകൂടെ നല്ലതും സുരക്ഷിതവുമാക്കാൻ നമുക്കെന്ത് ചെയ്യാം? അതിനെപ്പറ്റിയാണിത്. നമ്മുടെ കയ്യിലുള്ള ആ ഒരു ക്ലിക്കിന് ഒരു വലിയ ശക്തിയുണ്ട്. അത് വിവേകത്തോടെ ഉപയോഗിക്കുന്നതിനെ പറ്റിയാണിത്. ഡിജിറ്റൽ വിവേകത്തിലെ ആദ്യത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാര്യം ഇതാണ്. ഷെയർ ചെയ്യും മുൻപ് ഒന്നാലോചിക്കാം. സ്വയം ചോദിക്കേണ്ട ഒരു ലളിതമായ ചോദ്യം: ഞാൻ ഷെയർ ചെയ്യുന്ന ഈ വിവരം സത്യമാണോന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ടോ? എന്താണ് വൈറലാകേണ്ടതെന്ന് തീരുമാനിക്കാനുള്ള ശക്തി നമുക്കുണ്ട്. നമുക്ക് വിവേകം തിരഞ്ഞെടുക്കാം. അപ്പോ പോയിന്റ് ഇതാണ്: ഓരോ ഫോർവേഡും വിഷം അല്ലെങ്കിൽ വിവേകം പ്രചരിപ്പിക്കാനുള്ള ഒരു ചോയ്സാണ്. രണ്ടാമത്തെ പ്രധാന ആശയം ഇതാണ്: നമ്മുടെ വികാരങ്ങളെ മുതലെടുക്കാനുണ്ടാക്കുന്ന കണ്ടന്റിനെ നമ്മൾ ചെറുക്കണം. നമ്മുടെ സുഹൃത്തുക്കൾക്കിടയിലും കുടുംബത്തിലും ഭയം പരത്തുക എന്നതായിരിക്കരുത് നമ്മുടെ ലക്ഷ്യം. പകരം നമ്മുടെ ലക്ഷ്യം അവബോധവും ഉപയോഗപ്രദമായ അറിവും പ്രചരിപ്പിക്കുക എന്നതാണ്. അതാണ് യഥാർത്ഥ ശക്തി. അതുപോലെ നമ്മൾ ഷെയർ ചെയ്യുന്ന കാര്യങ്ങൾ ആളുകളിൽ പരിഭ്രാന്തി ഉണ്ടാക്കരുത്. അത് ജാഗ്രതയും ചിന്താപൂർവമായ തയ്യാറെടുപ്പിനെയും പ്രോത്സാഹിപ്പിക്കണം. ഇതാണ് വ്യത്യാസം. എപ്പോഴും ഓർക്കുക, സ്ക്രീനിൽ കാണുന്നതിനെ ഒരു സംശയത്തോടെ വേണം കാണാൻ. അതിനെ ചോദ്യം ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതാ എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു സിമ്പിൾ 3-പോയിന്റ് ആക്ഷൻ പ്ലാൻ. ഇവയെല്ലാം എങ്ങനെ നമുക്കെല്ലാവർക്കും മെച്ചപ്പെട്ട ഒരു ഡിജിറ്റൽ കൾച്ചർ ഉണ്ടാക്കാൻ സഹായിക്കുമെന്ന് നോക്കാം. ഒന്നാമത്തേത്, മിണ്ടാതിരിക്കരുത്. തെറ്റായ വിവരങ്ങൾ കാണുമ്പോൾ അത് മാന്യമായി തിരുത്തുക. രണ്ടാമത്, എപ്പോഴും സോഴ്സ് ചെക്ക് ചെയ്യുക. വിശ്വസിക്കും മുൻപ് ഫാക്ട് ചെക്ക് ഒരു ശീലമാക്കുക. മൂന്നാമത്തേത്, ഒരു ഡിജിറ്റൽ ഡിറ്റോക്സ് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങളെ ദേഷ്യം പിടിപ്പിക്കുന്ന കണ്ടന്റിൽ നിന്ന് മാറി നിൽക്കുക. ഇങ്ങനെയാണ് നമ്മൾ നുണകളുടെ ചങ്ങല പൊട്ടിച്ച് അവിടെ സത്യത്തിന്റെ വെളിച്ചം നിറയ്ക്കുന്നത്. നമ്മുടെ ലക്ഷ്യം ലൈക്ക് നേടുക എന്നതിലുപരി ഒരു പൊതുനന്മയ്ക്കായി കൈകോർക്കുക എന്നതാണെങ്കിലോ?